ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് ഭാവന. ഇവരാരും മനഃപൂർവ്വം ആവില്ല ഭാവനയോട് പറയാതിരുന്നത്. മോളെ, നിനക്കൊന്നും സംഭവിക്കാൻ പാടില്ലെന്ന് മാത്രമേ ഞങ്ങളെല്ലാവരും ആഗ്രഹിച്ചുള്ളൂ. ഭാനുവിനെയും ഗായത്രിയെയും കാണാതായപ്പോ ഞങ്ങളെല്ലാവരും നിന്നെ കൂടുതൽ സംരക്ഷിക്കാൻ വേണ്ടിട്ടാ ഇത് പറയാതിരുന്നത്. ചിലപ്പോ അന്നത്തെ പോലെ നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് ഞങ്ങൾ ഭയപ്പെട്ടു. അല്ലാതെ മോളോട് ആർക്കും ഒരു വേർതിരിവുമില്ല. നിനക്ക് പകരമാണോ അവര് ഭാനുവിനെയും ഗായത്രിയും കൊണ്ടുപോയതെന്ന് പോലും ഞാൻ സംശയിച്ചു. എന്നെ ജീവനോടെ കത്തിച്ചാലും എനിക്ക് ഇത്രയും വേദനക്കില്ലായിരുന്നു. പക്ഷെ നിങ്ങൾ എന്നോട് ചെയ്തത്. എന്റെ അമ്മ ഇപ്പൊ എവിടെയാ? എന്ത് സംഭവിച്ചു? ഒന്നും പറയാറുന്നല്ലേ എന്നോട്? ഭാവന ഒന്നും മതിയാക്ക്, നീ ഒന്ന് സമാധാനിക്ക. എനിക്കിപ്പോ എന്റെ വീട്ടിൽ പോണം. ഇത്രയും പെട്ടെന്ന് എനിക്ക് എന്റെ അമ്മയെ കണ്ടെത്തണം. ഓക്കെ, റിലാക്സ്. എന്നെ കൊണ്ടാവുന്ന പോലെയൊക്കെ ഞാൻ നോക്കി, അവൾ ഒപ്പിടുന്നില്ല. ഈശ്വര, എന്നെ എങ്ങനെ വേണമെങ്കിലും ശിക്ഷിച്ചോട്ടെ. എന്റെ ഭാനുവിന് ഒരു ആപത്തും വരുത്തരുതേ. ഗായത്രിക്ക് വേണ്ടിയുള്ള അന്വേഷണം നടക്കുക. എത്രയും വേഗം രജിസ്ട്രേഷൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇവന്റെ പിന്നിൽ ആരായിരിക്കും? ഗായത്രി ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റു. എന്നേക്കുമായി അവളെ ഇല്ലാതാക്കാനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തു കഴിഞ്ഞു. ഓക്കെ, അതാ നല്ലത്. ഒന്ന് വേഗം വരാൻ നോക്ക്. എന്റെ പിന്നിലുള്ള ആ മുഖം ആരാണെന്ന് നിനക്കറിയണ്ടേ? ഇപ്പൊ വരും. അയാൾ വന്നാലേ ശരിയാവും. നിന്നെ കൊണ്ട് എങ്ങനെയാ ഒപ്പിടിക്കാൻ പോകുന്നതെന്ന് നീ കണ്ടോ? ഇല്ല, നീയൊക്കെ എങ്ങനെ ശ്രമിച്ചാലും ഞാൻ ഒപ്പിടത്തില്ല. അതെ, നമുക്ക് ആലോചിക്കാം. നീ ഒപ്പിട്ടാലും ഇല്ലെങ്കിലും നിന്നെ ഞാൻ പുറലോകം കാണിക്കില്ല. നിനക്കും നിന്റെ മക്കൾക്കും കുറച്ച് അഹങ്കാരം കൂടി പോയി. അതൊക്കെ ഇന്നത്തോടെ അവസാനിക്കും. നിന്റെ അവസാനം എന്റെ കൈകൊണ്ടായിരിക്കുമെന്നത് ദൈവത്തിന്റെ തീരുമാനമായിരിക്കും. ഇല്ല അനിരുദ്ധ, നിന്റെ ഒരു ഉദ്ദേശവും നടക്കാൻ പോകുന്നില്ല. ഇത്രയും കാലം സത്യസന്ധമായി എന്റെ മക്കൾക്ക് വേണ്ടി ജീവിച്ച ഈ അമ്മയാണോ പറയുന്നത്? ഇതോടുകൂടി നിന്റെ യുഗം അവസാനിക്കാൻ പോവുക. നീയും നിന്റെ ഒപ്പമുള്ളവരും നിയമത്തിന്റെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കാനുള്ള സമയമായി. സമാധാനം പറയാൻ നീ തയ്യാറായിക്കോ? അയ്യോ, പേടിപ്പിക്കലേ. ഞാൻ പേടിച്ചു പറച്ചു പോകും. അല്ലെങ്കിലും നിനക്കും ഭാവനയ്ക്കും രണ്ടെല്ല് കൂടുതലാ. നിന്നെ എത്തിക്കേണ്ടടുത്ത് എത്തിച്ചിട്ട് ഭാവനയെ ഞാൻ പൊക്കുന്നത്. എന്റെ കുടുംബത്തിന്റെ സമാധാനം കളഞ്ഞ ഒരുത്തരും ഇനി ഇവിടെ വേണ്ട.
പച്ച വെള്ളം പോലും കൊടുത്തു വയ്ക്കരുത്. എന്താ മായിജി, നീ ഭരത്. ഭരതേ, നീ എന്താടാ മിണ്ടാ വന്നിരിക്കുന്നേ? എന്താ മായേ? ഭരതേ, മോനെ, നീ വന്നായിരുന്നോ? വല്ല വിവരം കിട്ടിയോ? ഇല്ല വല്യമ്മേ, ഇനി അന്വേഷിക്കാൻ ഒരിടവും ബാക്കിയില്ല. പിന്നെ നിന്റെ പോലീസുകാരെ എന്തിനു കൊള്ളാവിടാ? ഈ വീട്ടിൽ നിന്ന് മിസ്സായിരിക്കുന്നത് 2 പേരാ. ഞാൻ എന്ത് ചെയ്യാനാ വല്യമ്മേ? എന്നെ കൊണ്ട് ആകുന്ന വിധത്തിലൊക്കെ ഞാൻ നോക്കി. നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ ഇത്രയൊക്കെ ഫെസിലിറ്റി ഉണ്ടായിട്ടും ഒരു തുമ്പ് കണ്ടുപിടിക്കാൻ പറ്റിയില്ലേ ഭരത്തെ? മഹേച്ചി, അറിയാലോ, വളരെ ലേറ്റ് ആയിട്ടാ നമ്മൾ ഈ കേസ് ഫയൽ ചെയ്തത്. ആ സമയം മുതൽ ACP മറ്റുള്ള ഉദ്യോഗസ്ഥരും എന്റെ ഒപ്പം തന്നെ ഉണ്ട്. അല്ല, പിന്നെ നീ എന്തിനാ ഇവിടെ വന്ന് വിഷമിച്ചിരുന്നത്? ഞാനിപ്പോ ഒരിടത്തൊരു ബോഡി കിടപ്പുണ്ടെന്നും അതൊരു സ്ത്രീയുടേതാന്നറിഞ്ഞ് നോക്കാൻ പോയിട്ട് വരുമല്ലേ. സത്യം പറഞ്ഞ അതാരാണെന്ന് കാണുന്നത് വരെ ഒരു സമാധാനം ഇല്ലായിരുന്നു. ഭാഗ്യത്തിന് ദൈവം എന്നെ രക്ഷിച്ചു. നീ പേടിപ്പിച്ച് കളഞ്ഞല്ലോടാ. ഇനിയും എനിക്ക് ആ പേടിയുണ്ട് വല്യമ്മേ. അതുപോലെ ഇനിയൊരു രംഗം ഉണ്ടാവില്ലെന്നാ എന്റെ പ്രാർത്ഥന. എന്താടാ, എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇല്ല വല്യമ്മ, എവിടെന്ന് വെച്ചാ നോക്കുന്നത്? ഞങ്ങൾക്ക് അറിയാവുന്നവരടുത്തെല്ലാം ഫോട്ടോ കാണിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഒരു ന്യൂസോ ഫോട്ടോയോ കൊടുത്താലെന്നാ ഞാൻ ആലോചിക്കുന്നത്. കൊടുക്കേണ്ടി വന്നാ പിന്നെ കൊടുത്തല്ലേ പറ്റത്തുള്ളൂ. എന്നാ പിന്നെ വൈകണ്ട, ഇപ്പൊ തന്നെ കൊടുക്ക്.